ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും. അപ്പം അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വെയിലാണ് വെളിയിൽ. അപ്പം ഇന്ന് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് അവധി ദിവസം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആരെയാണ് ഈ ടിപ്സിന് ഞാൻ എടുത്തേക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പം അച്ചുവിനെയാണ് എടുത്തേക്കുന്നത്. അപ്പം അച്ചുവിൻ്റെ മുടിയലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം അച്ചുവിൻ്റെ മുടി എനിക്കിങ്ങനെ ശനിയും ഞായറും ഒക്കെ അവധിയുള്ള സമയത്തൊക്കെ കിട്ടുമ്പോഴാണ് എന്നേലൊക്കെ ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്ത് സമയം കിട്ടാറില്ല. അപ്പം ഇന്നലെയാണെങ്കിലും ശനിയാഴ്ചയായിരുന്നു. ഇന്നലെ അവർക്ക് NSSന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ പോയിട്ട് ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഇപ്പം കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് എന്നേലൊക്കെ അവധി ദിവസങ്ങളൊക്കെ വരുവാണെങ്കിൽ അവളോടുള്ള ദിവസമാണെങ്കിൽ എന്നേലൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മുടി വലിയ സൂക്ഷിയുടെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്നേലൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്നേലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു പ്രയോജനപ്പെടുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന എന്നാന്നുള്ളത് പറയാൻ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമ്മൾ അച്ഛൻ്റെ മുടിയിൽ ഒരുപാട് ടിപ്സുകൾ ചെയ്യുന്നുണ്ട്. മുടിയുടെ പൊഴിച്ചിൽ പോകാൻ, താരം പോകാൻ, മുടി വളരാൻ, മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ ഞാൻ ഒരുപാട് തവണ വീഡിയോയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോ കാണിച്ച ഫ്ലാക്സിഡിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അതായത് ചണവിത്ത്, അതാണ് അച്ചുവിൻ്റെ തലേന്ന് ചെയ്യുന്നത്. ഇന്നലെ ഞാനത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. വിത്ത് എടുത്ത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒരു 2 സ്പൂൺ വിത്തിടുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. നല്ലപോലെ കുറുകി വരും. കുറുകി വന്ന് അത് ഒരു ഇച്ചിരി പത പോലെ വന്നതിന് ശേഷം നമ്മളത് എടുത്ത് ഓഫ് ചെയ്ത് വെച്ച് അത് അരിച്ചെടുക്കുക. ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടും കുറുകി പോകും. പിന്നെ നമുക്കത് അരിച്ചെടുക്കാൻ പാടാണ്. പിന്നെ അങ്ങനെ എല്ലാത്തവർക്കും തലേദിവസം വെള്ളത്തിൽ വെറും പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നേരം വെളുത്താണേലും എടുക്കാം. അന്നേരം അതിനൊരു കൊഴുപ്പ് കിട്ടും. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലപോലെ കൊഴുപ്പ് കിട്ടുന്നതായിട്ട് തോന്നിയത് ഇങ്ങനെ അടുപ്പിൽ വെച്ച് നമ്മൾ തിളപ്പിച്ച് തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കുക. അപ്പോൾ അത് നല്ലപോലെ വരുമ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള ജെല്ല് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് തലയിൽ തേക്കാൻ ഏറ്റവും നല്ലതാണ്. മുടിക്ക് ഏറ്റവും ഗുണമാണ്. മുടിക്ക് തന്നെയല്ല, മുഖത്തിനൊക്കെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. മുഖത്ത് തേച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ മുഖം എപ്പോഴും ഇരിക്കും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം തലയിൽ നമ്മൾ തേക്കുന്ന മുടി പൊഴിച്ചിൽ, താരന്, മുടിയുടെ ആ ഒരു മുടി പൊട്ടിപ്പോവുക, മുടിയിൽ ജീവനില്ലാത്തവരെടുക്കുക, അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ സാധാരണ എണ്ണ പായ്ക്ക് തലയിട്ടാലും എണ്ണ തേച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ തേക്കുമ്പം എണ്ണ തല തേക്കണമെന്നില്ല. എണ്ണ തല തേക്കാതെ തന്നെ നമുക്ക് തല തേക്കുകയും ചെയ്യാം. മുടിയൊന്നും ഒരുമാതിരി ഇങ്ങനെ നമ്മളല്ലാത്ത പായ്ക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചകിരിനാര് പോലെ ആകുമെന്ന് പറയും. ഗുണമുണ്ട് നമുക്ക്, പക്ഷെ മുടിക്ക് അത്ര ഒരു ഇത് കിട്ടത്തില്ല. ചകിരിനാര് പോലെ എണ്ണ തേക്കാൻ നമ്മൾ ചെയ്താൽ. പക്ഷേ ഇതിന് അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല കേട്ടോ. ഇതിന് എണ്ണ തേക്കുക വേണ്ട. എണ്ണ തേച്ചാലും കുഴപ്പമില്ല, തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തേച്ചാൽ നമ്മൾ എണ്ണയിൽ ഒരിച്ചിരി മുടി വരുന്ന ഏതായിട്ട് തോന്നുകയാണെങ്കിൽ താളിയോ എണ്ണയിലിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി, കുഴപ്പമില്ല. പക്ഷേ എണ്ണ തേക്കാതെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇച്ചിരിയുടെ. അത് നമ്മളിപ്പോൾ ഒരു താളിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നത്. എണ്ണ തേക്കാന്ന് വെച്ചാൽ മുടി ഈ ഷാമ്പു ഒക്കെ ഇട്ട് എണ്ണയൊന്നും തേക്കാതെ നടക്കുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എണ്ണ തേക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്, മുടി എപ്പോഴും നല്ല ഇതായിട്ട് ഷാമ്പു ഇട്ട് കഴുകി നടക്കുന്ന അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എണ്ണ തേക്കുന്നവരാണെങ്കിൽ അവർക്ക് തേക്കാം, തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ചെയ്താലും ഗുണം എല്ലാം ഒരുപോലെയുള്ള നല്ല ഗുണം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് അച്ചുവിൻ്റെ തലയിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി ചെടയൊക്കെ കളഞ്ഞ് കോതി നല്ല വൃത്തിയാക്കി നിൽക്കാൻ പറ്റും. എല്ലാം കോതിയെല്ലാം വൃത്തിയാക്കി തന്നെ ഞാൻ ചെയ്ത് കൊടുത്താൽ ചെയ്യും കേട്ടോ. ഇല്ലാതെ തന്നെ ചെയ്യലൊന്നുമില്ല. അത് എല്ലാ വീട്ടിലും പിള്ളേർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടി. എന്നാലും നമുക്ക് ഈ പെൺമക്കളുള്ള അമ്മമാർക്കെല്ലാം അവരുടെ മുടിയെ, അവരുടെ സൗന്ദര്യം ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ച് ഇങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കട്ടെ. അപ്പം നമുക്ക് തല തേക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതുപോലെ മുട്ടയുടെ വെള്ള തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തേക്കാം കേട്ടോ. മുടി വളരുന്നതിന് മുട്ടയുടെ വെള്ള ഏറ്റവും നല്ലതാണ്. പക്ഷെ ആ മുട്ടയുടെ വെള്ള തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഒരു സ്മെല്ലോ യാതൊരു കാര്യങ്ങളും വരുന്നില്ല. അതുപോലെ കഞ്ഞിവെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് ചിലർക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ മണം ഇഷ്ടമല്ല, അങ്ങനെയുള്ള പഴങ്കഞ്ഞി വെള്ളത്തിൻ്റെ അത് ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു തുള്ളി വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തതിന് ശേഷമാണ് തലയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് തലയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ
ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മുട്ട കഞ്ഞിവെള്ളം ഇതൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലപോലെ പ്രയോജനപ്പെടുന്നത്. ഇത് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ, വലിയ വിലയൊന്നുമില്ല, കുറച്ച് മേടിച്ചാൽ മതി, നമുക്ക് ഒരുപാട് നാളത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമേ. നമ്മളെടുത്ത് വെച്ചേക്കുന്ന ജെല്ല്, അതിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളോ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. അപ്പം നമുക്കിത് തലയിലോട്ട് തേക്കാവേ. മുടിയെല്ലാം ചെടയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. പിന്നെ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ ഇവിടെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല, തേക്കുന്നവർക്ക് തേക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. ഇപ്പം നിങ്ങൾ ഓർക്ക് സിറിഞ്ചൊക്കെ ആയിട്ട് എന്നാന്ന് ഇത് കണ്ടേ, ഈ സിറിഞ്ചിനകത്തുണ്ടല്ലോ, ഇത് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചാണേ സിറിഞ്ച്. അയ്യോ ചീറ്റിപ്പോയി. ഇത് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് തലയിലോട്ട്, ഇത് ജെല്ലായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തം ഇതായിട്ട് പോകും, ഒലിച്ചൊലിച്ച് പോകും. മറ്റേ കുപ്പിയിലാക്കാന്ന് വെച്ചാൽ കുപ്പിയുടെ ഹോള് ഒത്തിരി വലുതായിട്ടിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇത് കണ്ടോ, മേത്തൊന്നും വീഴാതെ തലയെ മാത്രമായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് തേക്കാൻ പറ്റും. ഞാൻ ആദ്യം എടുത്തത് എനിക്കൊന്ന് സിറിഞ്ച് ശരിക്കും കാണത്തില്ലായിരുന്നു കേട്ടോ. വേണ്ട ഇത് കണ്ടോ, സിറിഞ്ചിനകത്ത് ഇങ്ങനെ എടുത്ത്, എന്നാൽ ഈ ഭയങ്കര വെട്ടമായതുകൊണ്ടുണ്ടല്ലോ ഫോണിൽ കിട്ടുന്നത് കാണാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, നല്ലപോലെ സ്കാൽപ്പിലേക്ക് നമ്മൾ നല്ലപോലെ തേച്ച് കൊടുക്കണേ. ഇതാകുമ്പോൾ മേത്ത് ശകലം പോലും വീഴുകയല്ല. നീ നല്ലപോലെ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലപോലെ തേച്ച് കൊടുത്തു, ഒരു കുഴപ്പമില്ല. മുടി നല്ല, എത്ര നമ്മൾ തല തേക്കുന്നോ അത്രയും നല്ലതാണ്. മുടി പൊഴിച്ചൽ, താരനൊക്കെ പോകാൻ നല്ലതാണ്. അതുപോലെ മുടി പൊട്ടിപ്പോത്തില്ലേ, അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ആദ്യമായിട്ടൊക്കെ തേക്കുന്നവർക്ക് ഒരു പ്രാവശ്യം തേക്കുമ്പോൾ റിസൾട്ട് അറിയാൻ പറ്റും. എന്നാലും നല്ല ഇതായിട്ട് അറിയണമെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് നമ്മൾ, അത് ഏത് കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നതാണേലും നമ്മൾ കുറച്ച് ദിവസം തല തേച്ചാലേ നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ തലമുടി മുഴുവനായിട്ട് ഇനി തേക്കട്ടെ. തലയെല്ലാം നല്ലപോലെ പുരട്ടി കേട്ടോ. പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണേ. സ്കാൽപ്പിലാണ് ഇപ്പം നല്ലപോലെ പുരട്ടി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മുടിയിലും കൂടെ പുരട്ടാം. ഇച്ചിരി മുന്നോട്ട് നീങ്ങുന്നേ, മുടിയിൽ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് പുരട്ടട്ടെ. മുടി നീങ്ങി കൈ പിടിച്ചിട്ട് ഒഴിച്ചു തരണം. ആ പോവല്ലേ, അങ്ങനെ സ്പൂൺ കൊണ്ട് കിട്ടത്തില്ല, അത് ചെരിച്ച് പിടിച്ച് ഒഴിക്കടാ. കുറേശ്ശെ കുറേശ്ശെ മുടിയെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ മുടിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ മുടിയിൽ നല്ലപോലെ മുഴുവൻ മുടിയിലും തേച്ച് കൊടുക്കണം. മുടിയിലുള്ള ഈ മുടി പൊട്ടലിനും എല്ലാം നല്ലതാണ്. മുടിയെ മുഴുവനും നല്ലതായിട്ട് തേച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടാൽ മതി. ഇപ്പം മുഴുവൻ തേക്കട്ടെ. തലയിൽ നല്ലപോലെ തേച്ച് കേട്ടോ, ജെല്ല് നല്ലപോലെ തേച്ച് മുടിയുടെ തുമ്പ് വരെ തേച്ചിട്ടുണ്ട്. നമ്മുടെ മുടി പൊട്ടുന്നതിനും ഒക്കെ നല്ലതാണിത്. ഇതുണ്ട്, ഇപ്പം തന്നെ ഉണ്ട് മുടി നല്ലൊരു, അത് പറ്റുമ്പോൾ തന്നെ ഒരു സിൽക്കി ആയിട്ട് കിടക്കും. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞേച്ച് മുടി ചുമ്മാ ഒന്ന് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി.
ഇതൊന്ന് അന്നത്തേക്ക് ഇച്ചിരി അങ്ങ് ഉണങ്ങും. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടിയുടെ വീഡിയോ കാണാം. കുറേ ദിവസമായില്ലേ നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട്. നമ്മുടെ വാഷം പുട്ടൊക്കെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെ കണ്ട് ഒരെണ്ണം കേട് പിടിച്ചു പോയി. കേട് പിടിച്ചാൽ ചെറുതായിട്ടൊരു പ്രശ്നം. ഇത് കേട്ടോ, ചിലതൊക്കെ കേട് പിടിക്കുന്നുണ്ട്, എന്നാലും നല്ലതും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വാഷം പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം കേട് പിടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ. പിന്നെ നമ്മുടെ വഴുതന നമ്മളന്ന് കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനയൊക്കെ കിളുത്ത് ഇത്രയൊക്കെ ആയി. ഇഞ്ചിയൊക്കെ മുഴുവനൊക്കെ പറിച്ച്, അല്ലെങ്കിൽ മുളകൊക്കെ അതേണ്ടേ എല്ലാം ഇങ്ങനെയൊക്കെയാണ്. കപ്പ മുഴുവൻ പറിച്ച് കേട്ടോ. ഇത് കണ്ടോ, കപ്പയുടെ ഇല എല്ലാം എടുത്ത് ഇങ്ങോട്ട് വെച്ച്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഒരു 2-3-6 മൂട് കപ്പ ചുമ്മായിട്ട് അത്ര ഇടുന്നുള്ളൂ ഈ പ്രാവശ്യം. ഇനി വേറെ നടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് ഇനി വഴുതന ഇടാനായിട്ട്. ഇന്നലെ നട്ടതായത്, പക്ഷെ അതങ്ങ് വാടിപ്പോയി. കോവലയിൽ കോവയ്ക്കയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ, പറിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ദിവസം മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കോവയ്ക്ക അങ്ങ് പോയായിരുന്നു, ഉണ്ടാകുന്നില്ലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ ഉണ്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് പറിച്ചെടുക്കണം. വേണ്ടത് കണ്ടോ, അഴുക്കായി പോയി അവിടെ കിടന്ന്. വേണ്ട, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി കോവയ്ക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അച്ചു മുടിയൊക്കെ കഴുകി വരാറാകും. കപ്പയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ആയി. ഉണ്ടോ, പറമ്പ് കിടക്കുന്നുണ്ടോ, കാട് പിടിച്ച് അന്ധകാരമായിട്ട് കിടക്കുക. മഴയൊന്ന് മാറിയിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസം മഴ തോരും, പിന്നെയും മഴയാകും. ഇത് നമ്മുടെ ഇതുണ്ടോ, നിത്യവഴുതനയുടെ ഉണങ്ങിക്കിടപ്പുണ്ട്. അതിൻ്റെ ഇവിടെ എവിടേക്കോ കിളുത്തിട്ടുണ്ട്. ഇവിടെ ആണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുറേയൊക്കെ അങ്ങ് പോയി. കായൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറിക്കാൻ പറ്റിയില്ല. മെഴുക്കോട്ട് വെക്കാനോ ഒന്നും പറ്റിയില്ല. വേണ്ട കിടക്കുന്നത്. ഇത് വിളഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട, ഞാൻ പിന്നെയും 2-3 അരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കിളുത്ത് വരുവാണെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും. മഴയായി കഴിഞ്ഞാൽ പച്ചക്കറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയും വെള്ളം ഒത്തിരിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് അളിഞ്ഞു പോകുന്നത്. മഴയൊക്കെ ആയാൽ പച്ചക്കറി പിടിക്കും എന്നുള്ള ധാരണ തെറ്റാണ് കേട്ടോ. വേണ്ട, ഇവിടെയൊക്കെ കോവയ്ക്കുണ്ടായി കിടപ്പുണ്ട്. കോവയ്ക്കെല്ലാം ഒന്ന് ആദ്യം പറിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ മൊത്തം പഴുത്തു പോകും. മുടിയൊക്കെ കഴുകി. ഇതുണ്ടോ, ഞമ്മല്ല ഒരുപാട് അങ്ങോട്ട് സ്റ്റിക്കി ആയിട്ട് കിടക്കത്തില്ല കേട്ടോ. ഇതിങ്ങനെ തേച്ചാലും പിന്നെ ഷാമ്പു ഇടണമെന്നുള്ളവർക്ക് ഷാമ്പു ഇടാം. തലയ്ക്ക് നല്ല സുഖമില്ലേ അച്ചു? ഒരു എന്തോ ഒരു തലയ്ക്കൊരു വെളിവ് വീണ പോലെ തോന്നില്ലേ? നല്ലൊരു, എനിക്ക് തലയിട്ടപ്പോഴത്തേക്ക് നല്ല തലയ്ക്ക് നല്ല സുഖം പോലെ തോന്നി കേട്ടോ. ഒരു തണുപ്പോ എന്നെയൊക്കെ ഒരു പ്രത്യേകത ഒരു ഇതുപോലെ തോന്നി. മുടിയിലൊക്കെ തൊടുമ്പം തന്നെ നമുക്കറിയാം, നല്ലൊരിതായിട്ട് തോന്നും. മുടി ഉണങ്ങിയോ ശരിക്കും? ഉണങ്ങാണ്ടോ? മുടി ഉണങ്ങട്ടെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.